അവർ ആഗ്ര എത്തിയടേ, ആഗ്രയിലെത്തി. അയിലോ ആഗ്രയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഇറങ്ങുന്നത് പൊതിയോടെ ഇവർ വന്ന് ഇറങ്ങിയിട്ട് റിക്ഷ വേണോ ഓട്ടോ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഗാഡി വേണോ അവരൊന്ന് പൊതിയും. നമ്മൾ തട്ടിക്കൊണ്ട് വിളിക്കും, വേണ്ട വണ്ടി വേണോ റിക്ഷ വേണോ എന്ന് ചോദിച്ചുകൊണ്ടൊന്ന് വിളിക്കും. ഇവർ വിടില്ലടേ, ഇവര് ഒരു കാരണവശാലും വിടൂല. അത് ഒന്നോ രണ്ടോ വണ്ടി ചറവറ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആഗ്രയിൽ റൂമും കാര്യങ്ങളും. നമ്മളൊരു ഇക്ക സെറ്റ് ചെയ്ത് തന്ന്. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയതാ ഈ പുള്ളിക്കാരനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നെയാണ്. ഈ പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്താണ് അവന്മാർ വന്നിട്ട് റൂം വേണോ ഗാഡി വേണോ എന്നൊക്കെ ചോദിക്കണം. അവരുടെ ഉപജീവന മാർഗ്ഗമാണ്, പറയാൻ പറ്റൂല പാവങ്ങൾ. നമ്മളിപ്പോൾ റൂമിലോട്ട് പോവാണ്. റൂമിൽ പോയിട്ട് നോക്കട്ടെ. നമ്മളിവിടെ ഉത്തർപ്രദേശിലെ ചെറിയ മാർക്കറ്റിലൂടെ, തെരുവ് മാർക്കറ്റിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇവിടെ ചെരുപ്പ് വിൽക്കുന്ന ചേട്ടന്മാർ, പുറത്ത് ചെറിയ തുണിക്കടകൾ, ചെറിയ ലോക്കൽ മാർക്കറ്റാണ് ഇവിടെ. ലോക്കൽ മാർക്കറ്റ് നേരെ ചെന്ന് കയറുന്ന ഒരു ഇവിടെ ലോക്കൽ ഏരിയ ആണ് ഇവിടെ. ഇതൊക്കെ നമ്മൾ കാണാൻ വേണ്ടി ഇന്ന് ഇറങ്ങിയാണ്. ഇവിടുത്തെ ഒരു ലോക്കൽ സ്ട്രീറ്റ് മാർക്കറ്റ് ഇറങ്ങിയത്. അങ്ങനെ ഇവിടെയൊക്കെ കണ്ടുകൊണ്ട് നടന്ന് ഇവിടെ എത്തിയപ്പോൾ പിന്നെ അങ്ങോട്ട് ലോക്കൽ ഏരിയ ആണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ടൊന്നും പോകാൻ നിൽക്കില്ല, ശരിയാവില്ല. ഇപ്പോഴത്തെ ഏരിയ ഉണ്ട്. നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ചെറിയ കടകൾ, രണ്ട് സൈഡും ചെറിയ കടകൾ. പാവപ്പെട്ടവരെല്ലാം നമ്മളിതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വർഗ്ഗമാണ് നമുക്കവിടെ. ഇവിടെയൊക്കെ റോട്ടിലിട്ട് എന്തൊക്കെ ഉണ്ടാക്കണ്ടേ, സ്ട്രീറ്റ് ഫുഡ് മേക്കിനാണ് ഇവിടെ. ബർഫി എന്ന് പറയുന്ന ഒരു ഫുഡ് ഉണ്ടാക്കുകയാണ് ഇവിടെ. ഇവിടുത്തെ ബാൻഡ് മേളക്കാർ കാണിച്ചാലേ, ഇവിടുത്തെ ബാൻഡ് മേളക്കാർ ഇത് കണ്ടോ, ഇവിടുത്തെ ബാൻഡ് മേളക്കാരാണ്. എന്താ പരിപാടി പോണതാണ്. നമ്മളിവിടെ ആഗ്രയിലെത്തിയിട്ട് വൈകുന്നേരം ഇവിടുത്തെ ബസാറൊന്ന് കാണാൻ ഇറങ്ങിയടേ. കടകളും മറ്റുമൊക്കെ ചെറിയ എന്തെങ്കിലും പർച്ചേസ് വല്ലതും ഉണ്ടെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചിറങ്ങി. ഇവിടെ ഒരു കടയുടെ മ്യൂസിക്കിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കണ, വയലിൻ ശരിയായിക്കൊണ്ടിരിക്കണം. ആഗ്രയിൽ കോഹ്ലിയുടെ കട ഉണ്ടേ. ഇതാണ് നമ്മുടെ കോഹ്ലിയുടെ ഷൂ കടയാണ്, ഷൂ ഒക്കെ വിൽക്കണം. ഇവിടെയൊക്കെ നോക്കണേ, കൊച്ചു പിള്ളേരുടെ കടയിലൊക്കെ നിൽക്കണം. എല്ലാം കൊച്ചു പിള്ളേർ ചെരുപ്പ് കടയാണ്. ആ പയ്യനാണ് ഇവിടെ സാധനങ്ങൾ എടുത്ത് കൊടുക്കണം. എന്തെങ്കിലും ഒരു സാധനം വിട്ട് വിൽക്കണ്ടേ. ഇസ്കാ നാം ക്യാ ബിയർ കിतना കേജി കിतना. ഇവിടെ ഇതാ സ്ട്രീറ്റ് ഫുഡ് എന്തൊക്കെ ഐറ്റങ്ങൾ ഇരിക്കണേ. പുള്ളിക്കാരൻ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. ഇതാ അത് എനിക്ക് തോന്നുന്നത് സമൂസയാണെന്ന് തോന്നുന്നു. അതായത് സമൂസ തന്നെ. ഈ സൈഡിലൊക്കെ ലേഡീസിൻ്റെ ഡ്രസ്സാണ് ഇവരിങ്ങനെ സ്ട്രീറ്റിലിട്ട് സെയിൽ ചെയ്യണേ. പിന്നെ ഒരു കാര്യമുള്ളതേ, ഞാൻ ചായ പിടിക്കാൻ പോയി. ഇത് ചെറിയ റെസ്റ്റോറൻറ്റ് പോലത്തെ സെറ്റപ്പാണ്. അപ്പം അവിടെ പോയി വലിയ ആൾക്കാരൊന്നുമില്ല. ഒരു പയ്യനാണ് നിൽക്കുന്നത്, ഒരു 20-22 വയസ്സ് 23. അവൻ ഇൻഷർട്ടൊക്കെ ചെയ്ത് സെറ്റപ്പിൽ നിൽക്കണം. അപ്പം ഞാൻ ചായയൊക്കെ പറഞ്ഞ് അവൻ സംസാരിച്ച്. അപ്പം അവനാണെങ്കിൽ ഇംഗ്ലീഷ് ഒട്ടും അറിഞ്ഞൂടാ, എനിക്കാണെങ്കിൽ ഹിന്ദി അറിഞ്ഞൂടാ. ഞാൻ നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് അത് ഹിന്ദിയിൽ ഓഡിയോ ആയിട്ട് വരുമല്ലോ. അപ്പം ഞാനത് അങ്ങനെ ആക്കിയിട്ട് അവന് കാണിച്ചു കൊടുത്തു. അവന് ചെവിയിൽ കേൾപ്പിച്ചു കൊടുത്തതും അവൻ്റെ പുറകിലൊരു ദീദി നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഇവൻ അത് കേട്ടത് ഞെട്ടിപ്പോയി. ഇങ്ങനെ അതായത് ഞാൻ മെയിൽ വോയിസിൽ സംസാരിച്ചത് ഫീമെയിൽ വോയിസിൽ ഓഡിയോ ആയിട്ട് വന്നപ്പം അവൻ ഞെട്ടിപ്പോയടെ. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു നമ്മൾ കാണാത്ത ഒരു യുപിയുടെ ഒരു മുഖം. വികസനം എന്ന് പറയൂടെ, എന്തൊരു വികസനം, വളരെ പരിതാപകരമായ അവസ്ഥ. നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാണ് ഇന്ത്യയുടെ അവസ്ഥ. പിന്നെ റൂമിലോട്ട് പോവാണ്. അതേ പറയാം, നമ്മളവിടെയൊക്കെ സ്വർഗ്ഗോടെ ഇത് വെച്ച് നോക്കുമ്പോൾ എന്തിനു പറയാൻ. ഞാനിപ്പം ഡൽഹിയും ഇവിടെയൊക്കെ കണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവണേ. നമ്മുടെ നമുക്ക് പറയാനാണെങ്കിൽ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകൾ നിന്ന് നീ പഠിച്ച ഇന്ത്യയല്ല. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യയല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ